അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകമാകെ വല്ലാത്ത ഭീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഷർറുകളെ തൊട്ടും കാത്തുരക്ഷിക്കുമാറാകട്ടെ. യുദ്ധങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. ആകെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളും. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഏതായാലും നമ്മളെ നൗഷു സൂഫിയാക്കന്മാരെ പറ്റിയും ഔലിയാക്കന്മാരെ പറ്റിയും പറയുന്നുണ്ട്. അതൊന്ന് കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പ്രതികരിക്കാം. ഒരു പണ്ഡിതൻ ഒരു പണ്ഡിതൻ പറയൂ. സൂഫിയാക്കളുടെ സമീപത്തേക്ക് വന്നു. വരല് നിർബന്ധം. ആയിക്കോട്ടെ, സൂഫിയാക്കന്മാരുടെ സമീപത്തേക്ക് വന്നു. വരല് നിർബന്ധമാണ് എന്നുള്ള വിഷയമാണ് അവിടെ പ്രശ്നം. ഒരു സൂഫിന്റെ അടുത്തേക്ക് ഒരു പണ്ഡിതൻ വന്നു. എന്നിട്ട് അതാണ് നമ്മൾ നേരെ പറഞ്ഞതിന്റെ ആകത്തു. ഒരു പണ്ഡിതൻ ഒരു സൂഫിന്റെ അടുത്തേക്ക് വരൽ നിർബന്ധമാണ് എന്നുള്ളതാണ് പറഞ്ഞതിന്റെ ആകത്തുക, അല്ലേ? ആകത്തുക. മശായിഖന്മാരെ സമീപത്ത് വരണം, അവരോട് ബന്ധം സ്ഥാപിക്കണം, അവരുമായി കൂട്ടുകൂടണം. അത് നിർബന്ധം. ആയിക്കോട്ടെ, ഒരു പണ്ഡിതൻ ഒരു സൂഫിൻ്റെ അടുത്ത് വരണം, സൂഫിൻ്റെ അടുത്ത് കൂടണം, അത് നിർബന്ധം, അല്ലേ? ഇനി ഒരു പണ്ഡിതൻ അങ്ങനൊന്നും കൂടിയില്ല എന്ന് വെക്കുക. ഒരു പണ്ഡിതൻ എന്ത് ചെയ്തില്ല, ഒരു സൂഫിൻ്റെ അടുത്തും പോയിട്ടില്ല. ആ പണ്ഡിതൻ നല്ലോണം പഠിച്ചുണ്ടാക്കി, അദ്ദേഹം ഇബാദത്ത് ചെയ്ത് ജീവിച്ച്, അദ്ദേഹത്തിൻ്റെ വിധി എന്താണ് അപ്പം നൗഷാദേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിധി എന്താ? അദ്ദേഹം ശരിക്കും നല്ലവണ്ണം പഠിച്ചു, നല്ല ഉഷാറായിട്ട് നല്ല കിതാബോധി പഠിച്ച് അദ്ദേഹം കിതാബിൽ കണ്ട അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു, ദീന് പ്രബോധനം ചെയ്തു, അദ്ദേഹം നിസ്കരിച്ചു, നോമ്പനുഷ്ഠിച്ചു, ഇബാദത്തുകൾ ചെയ്തു. അദ്ദേഹം ആരെയും അടിയും കാലും പിടിക്കാനൊന്നും പോയിട്ടില്ല. ഒരു സൂഫിൻ്റെ അടുത്തും പോയിട്ടില്ല, ഒരു സൂഫിൻ്റെ അടുത്തും ആരടുത്തും പോയിട്ടില്ല. അദ്ദേഹം പഠിച്ചതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദ്, അവിടുത്തെ ഉസ്താദ്, അങ്ങനെ അവരിൽ നിന്ന് കിട്ടിയ ഇൽമു പ്രകാരം അദ്ദേഹം പഠിച്ചു വലിയ ആലിമായി അദ്ദേഹം അങ്ങനെയാണ് മരണപ്പെട്ടു പോയി. അപ്പോൾ അയാളുടെ വിധി എന്താണ്? അപ്പം ജി പറഞ്ഞ അടിസ്ഥാനത്തിൽ എന്താണ് ജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു സൂഫിൻ്റെ അടുത്ത് പോയാൽ അദ്ദേഹത്തിന് ഒന്നും കൂടി എന്തുണ്ട്, ചിലപ്പോൾ ആ സൂഫിയുടെ തെർബിയത്തും കൂടെ ഉണ്ടാകുമ്പോൾ ഒന്നും കൂടി ഉഷാറാണ് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതെന്തൊക്കെ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ജനങ്ങളെ വഴിതെറ്റിപ്പിക്കരുത് ഈ വിശുദ്ധ റമദാനിലും. നമ്മൾ മശായിഖന്മാരെ കൂടെ തന്നെ ആവാനാണ് ശ്രമിക്കേണ്ടത്. ആദ്യം പറഞ്ഞ വിഭാഗത്തിൽ ഏതാപ്പജി പറയപ്പെട്ട മശായിഖന്മാർ? എൻ്റെ ഗ്ലോബൽ ഷെയ്ഖും സുലൈമാൻ്റെയും ബീരാൻ്റെയോ, അഥവാ നിസ്കാരത്തിൻ്റെ വക്കത്തിൽ നിസ്കരിക്കാതെ റമദാനിൻ്റെ ഉച്ച സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ട് നടക്കുന്ന, റമദാനിൻ്റെ പകൽ സമയങ്ങളിൽ ചായവും വെള്ളവും കുടിച്ചുകൊണ്ട് നടക്കുന്നവരാണോ എൻ്റെ ഷെയ്ഖ്? നമ്മൾ റമദാനിൽ ഇത് പറയുന്നതിനേക്ക് പറയാനാവൂല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ചിലത് കേൾക്കുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. ജനങ്ങളെ വഴിതെറ്റിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് പലതും ശ്രമിക്കുകയാണ് ഇനി തലി കെട്ടിക്കൊണ്ട്. അപ്പോൾ ആയതുകൊണ്ട് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഈ എൻ്റെ മശായിഖന്മാരടുത്ത് വരണം എന്ന് പറഞ്ഞ പറയപ്പെട്ട മശായിഖന്മാർ ആരാ? ഈ പകലിലെ സമയത്ത് വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ മറ്റേ പമ്പൈസ് മുസ്ലിയാർ പറഞ്ഞത്, ഷെയ്ഖ് വെള്ളം കുടിച്ചാൽ അത് കണ്ട് നമുക്ക് വെള്ളം കുടിക്കണം, നമ്മൾ കുടിച്ചാൽ അന്നത്തെ നോമ്പിനാണ് ഏറ്റവും വലിയ പ്രതിഫലം എന്ന് വരെ എൻ്റെ പമ്പൈസ് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ ആളുകളെ എന്ത് ചെയ്യരുത്, കബളിപ്പിക്കരുത്. ജനങ്ങൾ ഇത് വളരെ മോശമാണ് നൗഷാദേ. ഒരു വലിയ പരീക്ഷണത്തിൽ വിജയിക്കാൻ വേണ്ടി ആയിക്കോട്ടെ, ഒരു വലിയ പരീക്ഷണത്തിൽ വിജയിക്കാൻ വേണ്ടിക്കൊണ്ട് എന്നാണ് ഇവൻ്റെ ഷെയ്ഖ് എന്ന് പറഞ്ഞത്. കോമാട്ടുചാലിൽ അദ്ദു എന്ന് പറഞ്ഞ വ്യക്തി അള്ളാഹു നേരിട്ട് സംസാരിക്കുന്ന ആളാണ് കേട്ടോ. ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളൊക്കെ ഇവൻ്റെ ഷെയ്ഖ് പറഞ്ഞാൽ ചിലപ്പോൾ നിൽക്കാൻ സാധ്യത ഉണ്ട്. മശായിഖിന്റെ കൂടെ കൂടുക എന്നത് അനിവാര്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് നമ്മുടെ കാര്യത്തിനാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം.
എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് അത് എൻ്റെ കാര്യത്തിനാണ് എന്നുള്ളത്. എൻ്റെ വാറ്റ് പൈപ്പിന് വേണ്ടിക്കൊണ്ടാണ് ഇജി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നുള്ളത് ജനങ്ങൾ മൂക്ക് കീഴ്പ്പെട്ടായ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിൻ്റെ ഈ പ്രസംഗങ്ങൾ കൊണ്ടും ഈ കാട്ടിക്കൂട്ടൽ കൊണ്ടും തലി കെട്ടിയ ആളുകൾക്ക് സ്ഥാനം വളരെ കുറഞ്ഞുപോയി. കാരണം ഇതുപോലെയല്ലേ പ്രസംഗിക്കുന്നത്. അവൻ പഠിച്ചിട്ടൊന്നും കാര്യമില്ല, മൂല്യരായാൽ പോരാ, ഓൻ മഷായിഖിൻ്റെ ഒപ്പം നടക്കണം, മഷായിഖനെ അത് മഷായിഖ് പഠിച്ചോളണം എന്നൊന്നുമില്ല, അള്ളാഹു തആല നേർക്ക് നേരം അങ്ങോട്ട് ഇൽമ കൊടുക്കും. ഇതൊക്കെ സംഭവിക്കാം. പക്ഷേ ഇതൊക്കെ പറയുന്നിടത്ത് അതൊക്കെ എൻ്റേതായ ആൾക്കാരോട് പറഞ്ഞു കൊടുത്ത് കൊണ്ടെടുക്കും. ജനങ്ങളിലേക്ക് പരസ്യമായിട്ട് ഇടുമ്പോൾ അതിനനുസരിച്ചിട്ട് ഞങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞത് കേട്ടില്ല, ഓരോ വിഷയങ്ങളും അത് അതിനനുസരിച്ച് കണ്ട് കൈകാര്യം ചെയ്യും. എന്താണ് ഇപ്പം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അപ്പോൾ ഈ വിശുദ്ധ റമദാനു ഷരീഫിൽ ഖുർആൻ ഓതി കുത്തരിക്കുന്ന ആളുകൾ, ദിക്ർ ചൊല്ലി കുത്തരിക്കുന്ന ആളുകൾ, അതിനാ സമയത്തൊക്കെ ഓൻ്റെ ഈ ഗ്ലോബൽ ഷെയ്ഖിൻ്റെ അടുത്ത് പോകണം. ഗ്ലോബൽ വില്ലേജ് ഇപ്പം അടച്ചു എന്നാണ് പറഞ്ഞത്. ഷവ്വാലിൽ സാധാരണ മടവൂർ CM വലിയുള്ളാൻ്റെ ആണ്ട് എടുക്കുമ്പോൾ പിന്നെ മറ്റേ ഷെയ്ഖ് ഇവൻ്റെ കുരുവട്ടൂർ ഷെയ്ഖ് ഗ്ലോബൽ വില്ലേജിലേക്കാണ് പോകൽ. ഇപ്പോൾ അത് അടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ റമദാൻ കഴിഞ്ഞ് അങ്ങോട്ടാണ് പോകുന്ന പിടുത്തല്ല. അങ്ങനെയൊക്കെയാണ് ഓൻ്റെ ഷെയ്ഖിൻ്റെ കോലം. ഓൻ്റെ ഷെയ്ഖിനോട് അല്ലാഹു തആല നേരിട്ട് പറയുന്നതാണ്, നേരിട്ട് സംസാരിക്കുന്ന ആളാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആ ഗ്ലോബൽ വില്ലേജൊക്കെ ഒന്നാണ് തുറക്കാൻ പറയാം. അങ്ങനെ ട്രംപിനോടും അതുപോലെ തന്നെ മറ്റു ഇറാനും ഇറാഖും അതുപോലെ മറ്റു യുദ്ധങ്ങളൊക്കെ ഒന്നാണ് നിർത്താൻ പറഞ്ഞാൽ അല്ല അപ്പം എന്താ കാട്ടുക? അതൊക്കെ ഒന്നാണ് നിർത്താൻ പറയാം. അപ്പോൾ പിന്നെ എന്ത് ചെയ്തോളും, നിർത്തിക്കോളും. അല്ല എന്താ ഞാൻ ഇത് പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കണം. കാരണം ഇവൻ ഈ തലി കെട്ടിക്കൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മളൊരു മുതഅല്ലിമായി പഠിക്കാൻ പോയി. ആ പഠിക്കാൻ പോയത് ഒരു ഉസ്താദിൻ്റെ അടുത്ത്. ആ ഉസ്താദിൻ്റെ ഇൽമ പറഞ്ഞു തന്നെ, ആ ഉസ്താദിൻ്റെ ഇൽമ പറഞ്ഞു തന്നെ. അങ്ങനെ ആ ഉസ്താദിൻ്റെ അടുത്തേക്ക് ലാസ്റ്റ് എത്തിപ്പെടുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ, അല്ലാഹ്. അവിടുന്ന് ഇങ്ങോട്ട് പോരുന്ന ഇൽമ്, ആ ഇൽമ് പഠിച്ച പണ്ഡിതന്മാരൊന്നും അങ്ങനെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. ഇവൻ പറയുന്നതാണ്, അങ്ങനെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. പഠിച്ചാൽ മാത്രം പോരാ, ഒരു ഷെയ്ഖിനെ കണ്ടെത്തണം. ആ ഷെയ്ഖ് നിർബന്ധമാണ്. ഷെയ്ഖ് ഇല്ലെങ്കിൽ ഓൻ്റെ ഇൽമാകൂല. ഓൻ്റെ ഇൽമ എന്താണ് ഈ പറയുന്നത്? ഇങ്ങനെയൊക്കെ ജനങ്ങളോട് പറഞ്ഞ് ജനങ്ങളെന്തിനാണ് വസ്വാസാക്കണത്? ജനങ്ങൾ നല്ല രൂപത്തിൽ പോയിക്കോട്ടെ പൊന്നാര നൗഷാദേ. ഇതെന്തിനാണ് ഈ ജനങ്ങളെ പേയിപ്പിക്കുന്നത്? ജനങ്ങൾ നല്ല രൂപത്തിൽ പോയിക്കോട്ടെ. ഇപ്പം ഞാൻ എൻ്റെ ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ചു. എൻ്റെ ഉസ്താദ് അത്തിപ്പറ്റ ഉസ്താദാണ്. ഉസ്താദിൻ്റെ ഉസ്താദ് CK അബ്ദുൽ മുസ്ലിയാരാണ്. CK അബ്ദുൽ മുസ്ലിയാർ ഉസ്താദ് ചെറുശോൽ ഉസ്താദിൻ്റെ ഉസ്താദ്. ഓക്കെ, അങ്ങനെ ഉസ്താദുമാർ അങ്ങനെ പോയി എത്തുന്നത് എടുക്കാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ തസവുഫിൻ്റെ നേതാവ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിയിലേക്കല്ലേ എത്തുന്നത്. അവിടുന്ന് അങ്ങോട്ട് ജിബ്രീൽ, അവിടുന്ന് അങ്ങോട്ട് അല്ലാഹ് അല്ലേ, അള്ളാഹു അല്ലേ ജിബ്രീൽ മുഖാന്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് അറിയിച്ചു കൊടുക്കുന്നത്. അവിടുന്ന് ഇങ്ങോട്ടുള്ള ആലിമീങ്ങൾ ഇത് പഠിച്ച് ആലിമീങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരൊന്നും പഠിച്ചതും പറഞ്ഞു കൊടുക്കുന്നതൊന്നും പോരാ. ഇതൊന്നും അറിയാത്ത, ഒരു ഇൽമുമില്ലാത്ത എവിടെയെങ്കിലും കുത്തിരുന്നുകാണ്ട് ഏതെങ്കിലും കാട്ടിൻ്റെ ഉള്ളിൽ പോയി കുത്തിരുന്നുകാണ്ടോ പെട്ടെന്ന് വന്നിട്ട് കുതിരനായിട്ട് ഇങ്ങോട്ട് വരിക, അല്ലെങ്കിൽ ഒട്ടകത്തിനായിട്ട് വരിക, അല്ലെങ്കിൽ കഴുതനായിട്ട് വരിക. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നാൽ ഇന്നെ കാണുന്നതിന് പകരം അയാളെ കൈതനെ കണ്ടാൽ മതി, കുതിരനെ കണ്ടാൽ മതി എന്നൊക്കെ. എന്താണ് ഇപ്പോൾ ഇതൊക്കെ കോലം? ഇതുകൊണ്ടാണ് നമ്മളെ ആൾക്കാരെ, സുന്നത്ത് ജമാഅത്തിൻ്റെ ആൾക്കാരെ വഹാബികൾ കളിയാക്കുന്നത്, മറ്റുള്ള ആളുകൾ പരിഹസിക്കുന്നത്. ഇതുപോലത്തെ കുറേ അലവലാദികൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പറയിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് വലിയ തലീകെട്ടും കെട്ടിയാണ്ട് ഇറങ്ങി. ഈ വിശുദ്ധ റമദാനു ഷരീഫിൽ വരെ ഞാൻ ഇവനെ വിട്ടതാണ്. കാരണം എന്തിന് ഈ റമദാനിൽ ആകൂലെന്ന് വിചാരിച്ചു. പക്ഷേ കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. കാരണം ജനങ്ങൾ മനസ്സിലാക്കണം, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ പഠിച്ചതനുസരിച്ച് കണ്ട് കൈകാര്യം ചെയ്യും. നാഫിയ ഇൽമ് കിട്ടണേ എന്ന് പറയുന്നതിന് പകരം ഞാൻ പറയുന്നത് എന്താ അറിയോ, ഉള്ള ഇൽമ് നാഫിയാക്കി തരണേ എന്നൊന്ന് പറയുന്നത്. ഉള്ള ഇൽമ് നാഫിയാക്കി തരണേന്ന്. നമ്മൾ കുറച്ച് പഠിച്ചതുണ്ടാവുമല്ലോ, മദ്രസന്ന് 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ, ഫാത്തിഹ ഓതാൻ.
റുക്കുവഴി ചെല്ലാൻ, എഴുത്തിദാലിൽ ചെല്ലാൻ, ഇങ്ങനെ ഈ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ. അതുപോലെ ഉസ്താദുമാരോടുള്ള ബഹുമാനങ്ങൾ, വാപ്പാനോടും ഉമ്മാനോടുള്ള ബഹുമാനങ്ങൾ, അദബുകൾ, ആദരവുകൾ, നാടിന് കൊടുക്കേണ്ട സ്ഥാനങ്ങൾ, മഹല്ലിന് കൊടുക്കേണ്ട സ്ഥാനങ്ങൾ, അതുപോലെ തന്നെ ഒരു സദസ്സിന് കൊടുക്കേണ്ട സ്ഥാനങ്ങൾ, പ്രായം കൂടിയവർക്ക് കൊടുക്കേണ്ട സ്ഥാനങ്ങൾ, അതുപോലെ തന്നെ കുട്ടികളോട് കാണിക്കേണ്ട വാത്സല്യങ്ങൾ, ഭാര്യമാരോട് കാണിക്കേണ്ടത്, ഉമ്മമാരോടും ഉപ്പമാരോടും ഏത് രൂപത്തിൽ പെരുമാറണം, ഒരു കുടുംബത്തിൽ എങ്ങനെ ജീവിക്കണം എന്നൊക്കെ അറിയുന്ന ആ ഇൽമുണ്ടല്ലോ, ആ ഉള്ള ഇൽമ് നാഫി ആകണേ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഒന്ന് ദ്വാരക്കും. നാഫി ആ ഇൽമ് കിട്ടണേ എന്ന് പറഞ്ഞ് ദ്വാരക്കണതിന് പകരം ഉള്ള ഇൽമ് നാഫി ആക്കണേ എന്നൊന്ന് പറയും. അപ്പം നമ്മളുടെ പ്രവർത്തനങ്ങൾ നല്ല രൂപത്തിലാവും. അപ്പം നമുക്ക് സ്വന്തം തന്നെ വലിയാകാൻ പറ്റും, ഔലിയാകാനും പറ്റും. അപ്പം നമുക്ക് ഒരു പ്രശ്നമില്ല. ഇതെന്താണ് ഇപ്പം നീ പറയണത്? ജനങ്ങളെ വഴിതെറ്റിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട്. ഞാൻ തമാശ പറയല്ല, ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ അവസാനം ജനങ്ങൾ പറ്റേ ദീനിനെ സംശയിച്ചു പോകൂലേ? ഇവൻ്റെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ ദീനിനെ സംശയിച്ചു പോകൂലേ? ഇത് ശൈഖ് മുരീദ് കളിയല്ല, ഇത് ഷെയ്ഖ് മുരീദ് കളിയല്ല, ദീനിനെ കൊണ്ട് പന്താടുകയാണ് ചെയ്യും. അതാണ് കളി. ഞങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ 2013 കുരുവട്ടൂരിൽ വന്നപ്പോൾ, ശൈഖുനയുടെ സമീപത്ത് വന്നപ്പോൾ ഒരു പ്രത്യേകം ത്വരീഖത്ത് എന്ന് പറഞ്ഞ് ഞങ്ങൾക്കാർക്കും തന്നിട്ടുമില്ല. ഞങ്ങൾ 2013 കുരുവട്ടൂരിൽ ഷെയ്ഖുനാൻ്റെ അടുത്ത് വന്നപ്പോൾ എന്ന് പറയുന്നത് കോമാട്ടുചാലിൽ അദ്ദുവിൻ്റെ അടുത്ത് വന്ന കാര്യമാണ് ഈ പറയണത്. ഈ കോമാട്ടുചാലിൽ അദ്ദുവിൻ്റെ ഉസ്താദാണ് മർക്കസിലെ ഉസ്താദ് ചെറിയ പി ഉസ്താദ്. അതുപോലെ തന്നെ ചെറിയ പി ഉസ്താദിൻ്റെ ഉസ്താദാണ് എ പി ഉസ്താദ്, ചെറിയ പി ഉസ്താദിൻ്റെ ഉസ്താദാണ് എ പി ഉസ്താദ്. ഇങ്ങനെ ഇവൻ്റെ ഉസ്താദ് ആരാറിയോ? ഇപ്പം ഈ പറയപ്പെടുന്നവൻ്റെ ഉസ്താദ്, നൗഷാദിൻ്റെ ഉസ്താദ്, സുലൈമാൻ ഉസ്താദ്, ഇവരൊന്നും പോരവനെ, ഇവരൊന്നും പോരാ. ഒരു കോമാട്ടുചാലിൽ അദ്ദു 40-40 വയസ്സായ ഒരു ചെങ്ങായി, അയാളെടുത്ത് ചെന്നുകൊണ്ടാണ് ഇപ്പോൾ ഓൻ്റെ എല്ലാം ആയത്. അതാണിപ്പോൾ ഓൻ്റെ എല്ലാം ആയത്. ഈ ഇത്രയും കാലം കിതാബോധി പഠിച്ച്, ഇത്രയും കാലം വലിയ വലിയ കിതാബുകളും ചെറിയ ചെറിയ കിതാബുകളും എല്ലാം ഓതി പഠിച്ച് അന്യനാട്ടിൽ കൂടി നടന്ന് പിരിച്ചുണ്ടാക്കി തിന്നാൻ കൊടുത്ത് വളർത്തിണ്ടാക്കിയിട്ട് ഒന്നിനകത്തങ്ങോട്ട് പോന്നപ്പോൾ ഏതോ ഒരു കാട്ടിൽ നിന്ന് ഇറങ്ങിയാണ്ട് ഈ കുരുവട്ടൂരിൽ കോമാട്ടുചാലിൽ അദ്ദും ഇങ്ങോട്ട് വന്നപ്പോൾ ഓൻ്റെ ഒപ്പം ഇങ്ങോട്ട് കൂടിയാണ്ട് ഞങ്ങൾ 2013 അവിടെ ചെന്നപ്പോൾ ഷെയ്ഖ് മുരീദ് കളിയല്ല. എന്നിട്ട് ഈ ആലിമീങ്ങളെ മുഴുവനും സ്റ്റേജുകളിൽ മുഴുവനും നടന്ന് കുറ്റം പറഞ്ഞു കൊണ്ടെടുക്കുക. ഉഷാദ, ഇതൊന്നും ഒരു നല്ലതല്ലടാ, ഇതൊന്നും നല്ലതല്ല. ഇതൊക്കെ നിർത്തിവെക്ക്. ഇതൊക്കെ നിർത്തി വെച്ചിട്ട് ഏതെങ്കിലും വല്ല പള്ളിയിലും നിന്നിട്ട് അല്ലെങ്കിൽ മുദരിസാകുക, അല്ലെങ്കിൽ ഹുദ്ബോധയോ, അല്ലെങ്കിൽ ഇമാമത്ത് നിന്നുകാണ്ട് അങ്ങനെ ജീവിച്ച് കുട്ടികളെ പോറ്റാൻ നോക്ക്. അതല്ലെങ്കിൽ ചെറിയ വല്ല കടിയിട്ടിട്ട് അങ്ങനെ നിൽക്ക്. അതല്ലാതെ ആലിമീങ്ങളെങ്ങനെ സ്റ്റേജ് കൂടി നടന്ന് പഠിപ്പിച്ചെന്ന ആലിമീങ്ങളെ പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. കാരണം ഇബിലീസിൻ്റെ പണിയെടുക്കല്ലേ. ഇബിലീസ് സുജൂദ് ചെയ്യാത്ത ഒരു മണൽത്തരി അള്ളാൻ്റെ ഉലകത്തിലില്ല. കാരണം എന്തുകൊണ്ടാണ് ഓന് പറ്റിപ്പോയതറിച്ച്? ഓൻ്റെ അഹങ്കാരം, ഓൻ്റെ കിബിറ്. ആ കിബിറിലൂടെ നശിച്ചാൽ ഇബിലീസിൻ്റെ ആ മുരീദിലായി പോകും എന്ന് മനസ്സിലാക്കിക്കോ. അത് നല്ലതാണ്.